എക്സൈസ് ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിൽ ചെന്ന് നേരിട്ട് MDMA വിൽപ്പന നടത്തുന്ന യുവാവിനെ പിടികൂടുന്ന രംഗമാണിത്. ഫ്ളാറ്റിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ചെല്ലുകയായിരുന്നു. വാതിലിൽ മുട്ടിവിളിച്ചു. ശേഷം കോളിംഗ് ബെല്ലടിച്ചു. എന്ത് പണി? ഞാനിപ്പോൾ ഇന്ത്യയിലെ പരാതി അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് സംശയമുണ്ട് പിന്നെ ഉപയോഗിക്കാം. നോക്കറ്റാലുണ്ടോ? എന്തുണ്ട്? ഇതെന്താ എന്താ സാധനം? MDMA ആണ്. ഇതെവിടെ നിന്നാണ് കിട്ടിയത്? എവിടെയുള്ള സുഹൃത്താ? ഇത് MDMA ആണ്. ഇയാൾക്ക് പരാതി ലഭ്യത്തിന് നിങ്ങളുടെ വന്നത്. അതിപ്പോൾ ഇയാൾ പിന്നെ MDMA വിൽപ്പന നടത്തുന്നത് ലഭിച്ചിട്ടുണ്ടാകുകയാണ്. അങ്ങനെ സംശയങ്ങളാണ്. ഞാൻ വന്നപ്പോൾ അയാൾ തത്വമേത എടുത്തുന്നൊരു സാധനമാണ് MDMA. അപ്പോൾ ഇയാൾക്ക് ഇനി ദേഹ പരിശോധന നടത്തേണ്ട ഒരു ഗസറ്റ് ഓഫീസറുടെ സാധനമില്ല. ബാക്കി ബോഡിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഗസറ്റ് ഓഫീസറെ വിളിക്കുന്നു. വിളിച്ച് അദ്ദേഹം വരുന്നത് നിങ്ങൾ വിളിക്കും കേട്ടോ. എന്താ ശരി നോക്കാം. ഇതൊക്കെ എന്താ? ഇതെന്താ സാധനം? ഈസി തന്നെയാണോ? ഈസി ഉപയോഗിക്കണാണല്ലോ. ഇതൊക്കെ എന്താ? ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യണം? പൈസയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതെന്തിനാ യൂസ് ചെയ്യണം? MDMA യൂസ് ചെയ്യണം. MDMA ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം അല്ലേ? ഇതെല്ലാം അതിന് വേണ്ടതല്ലേ ഇതിലിട്ടേക്കുന്നത്? ഇതെല്ലാം ഞാൻ കെമിക്കലിലായിരിക്കും. ഇതിനകത്തെല്ലാം MDMA അംശമുണ്ടോ നോക്കും. നിങ്ങളുടെ കാർഡുകളൊക്കെ അതിനകത്തുണ്ടോ നോക്കട്ടെ. ഇത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നില്ലേ? ലൈംഗിക വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ. ഇതെല്ലാം ഞാൻ ഇത് അയക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം പരിശോധിക്കാൻ കേട്ടോ. നീ എടുത്തതല്ല MDMA തന്നല്ലോ. എന്റെ പോക്കറ്റിൽ ഇതുപോലെ ഇങ്ങനെ ഏതായാലും സാധനം ഉണ്ടോ? ഒന്നുമില്ല. എന്റെ സുഹൃത്തുക്കളാണ് ഷിഹാബ്. നിങ്ങൾ കേൾക്കൂല്ലോ, പറയണത് കേട്ടോ. നിങ്ങൾ സാക്ഷികളല്ലേ, നിങ്ങൾ കേൾക്കണ്ടേ? നാളെ നിങ്ങൾക്ക് കേട്ടില്ലെന്ന് പറഞ്ഞാലോ? ഇങ്ങോട്ട് നിന്ന് കൊച്ചി അഞ്ചുമനയിൽ നിന്നാണ് തിരുവനന്തപുരം സ്വദേശി തൗഫീഖിനെ MDMA വിൽപ്പനയ്ക്കിടെ എക്സൈസ് സംഘം പിടികൂടിയത്. അഞ്ചുമനയിലെ വാടക ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിയുടെ ലഹരി വ്യാപാരം. 2 ഗ്രാം MDMA ആണ് പോക്കറ്റിൽ നിന്ന് എക്സൈസിന് എടുത്തു നൽകിയത്. തുടർന്ന് MDMA അളക്കുന്ന ത്രാസും ചുരുട്ടിയ നോട്ടുകളും പേപ്പറുകളും കണ്ടെത്തി. 6 മാസമായി MDMA ഉപയോഗിക്കുന്നുവെന്ന് യുവാവ് എക്സൈസിനോട് സമ്മതിച്ചു. തിരുവനന്തപുരം സ്വദേശിയിൽ നിന്നാണ് MDMA വാങ്ങിയതെന്നും പ്രതി വ്യക്തമാക്കി. സംഭവ സമയം ഫ്ളാറ്റിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു.
പ്രതി മയക്കുമരുന്ന് കച്ചവട സംഘത്തിന്റെ ഭാഗമാണെന്ന് എക്സൈസ് സംഘം സംശയിക്കുന്നു. അഞ്ചുമനയിലെ വീട്ടിൽ 6 മാസമായി ഇയാൾ താമസിക്കുന്നുവെന്നും ഇയാൾക്ക് മറ്റെന്തെങ്കിലും ജോലിയുള്ളതായി അറിയില്ലെന്നും സമീപവാസികൾ പറയുന്നു. അറസ്റ്റിലായപ്പോൾ ഒപ്പമുണ്ടായിരുന്ന യുവതി ആരാണെന്ന് എക്സൈസ് വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതിക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നവരെ കുറിച്ചും ആവശ്യക്കാരായി എത്തുന്നവരെ കുറിച്ചും എക്സൈസും പോലീസും വിശദമായ അന്വേഷണം നടത്തും. മലയാളം ടെലിവിഷൻ, കൊച്ചി. ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ 5 മുതൽ മെയ് 31 വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം. ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ 50% വരെ ഡിസ്കൗണ്ട്. 2.5% പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ. വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റ്. കൂടാതെ ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. വേഗമാകട്ടെ, ഈ ഓഫറുകൾ മെയ് 31 വരെ മാത്രം. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.